Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇതിൽ ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെ പറഞ്ഞു? ഫസ്റ്റത്തെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, രണ്ടാമത്തെ ജോബ് പോസ്റ്റിംഗ്, മൂന്നാമത്തെ എംപ്ലോയി റെഫറൻസ്, നാലാമത്തെ ഫോർമർ എംപ്ലോയി. ഇനി നാലെണ്ണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഫോർത്ത് പോയിന്റ് വരെയല്ലേ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ആണ് നോക്കുന്നത്. ഇന്റേണൽ സോഴ്സസ് ആണ് കേട്ടോ. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിലെ ഫിഫ്ത് പോയിന്റ് പ്രീവിയസ് ആപ്ലിക്കൻസ്. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലിക്ക് നേരത്തെ ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചിട്ടുള്ള, നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഒരു ജോലിക്ക് അപേക്ഷ സമർപ്പിച്ച വ്യക്തികൾ. Okay, both the internal sources and the individuals who have previously applied for the job can be reached again. അപ്പോ ഇന്റേണൽ സോഴ്സുകൾ അല്ലെങ്കിൽ അതുപോലെ ഇൻഡിവിജ്വൽസ് എന്താണ് നേരത്തെ ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകള് അവര് വീണ്ടും ആ ജോലിയിലേക്ക് എത്തിച്ചേരാം. It is the fast and cheap way to fill unpredicted or unexpected job vacancy. Unpredicted, നമ്മൾ predict ചെയ്യാത്ത, പ്രതീക്ഷിക്കാത്ത, unexpected പ്രതീക്ഷിക്കാത്ത ജോബ് വേക്കൻസി ഒക്കെ പെട്ടെന്ന് വരൂലേ? അപ്പോ ആ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഏറ്റവും വേഗത്തിലുള്ളതും ചീപ്പായിട്ടുള്ള ഒരു മാർഗമാണ് പ്രീവിയസ് ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ പെട്ടെന്ന് ജോലിയിൽ ഇരിക്കുക, ഓൺ ദ വേ എന്തെങ്കിലും പറ്റി, പെട്ടെന്ന് ഒരാൾ മരിച്ച്, പെട്ടെന്ന് നമുക്കത് പ്രതീക്ഷിക്കാത്ത ഒരു വേക്കൻസിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അൺപ്രഡിക്റ്റഡ്, അൺഎക്സ്പെക്റ്റഡ് വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ളതും ചീപ്പായിട്ടുള്ള ഒരു മാർഗമാണ് പ്രീവിയസ് ആപ്ലിക്കൻസിനെ അങ്ങോട്ടേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത്. Candidates who have attended walk-in may also be considered. walk-in എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേരത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്ന കാൻഡിഡേറ്റ്സ്, അത് നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. അവര് ചില കാരണങ്ങളാൽ ചിലപ്പോ ആ ജോലി അവർക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പൊ അവര് ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവരല്ലേ, നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്താണ്, എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെ റിജക്ട് ചെയ്തവരായിരിക്കും. അവരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ടോ? അപ്പൊ എളുപ്പമില്ലേ? കമ്പനിക്ക് എളുപ്പമുണ്ടല്ലോ, അവര് ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവരായിരുന്നു. ഓക്കെ, candidates who have attended walk-in may also be considered. Earlier walk-ins are likely to be more appropriate for filling unskilled and semi-skilled job. അധികം കഴിവുകൾ വേണ്ടാത്ത അല്ലെങ്കിൽ കുറച്ച് സ്കിൽസ് ഉള്ള ജോലിയൊക്കെ അതിന് അവര് ഏറ്റവും അനുയോജ്യരാണ്. അതായത് നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവര്, അവര് ചിലപ്പോ അന്നത്തെ ആ ജോബിന് അവർ ആപ്റ്റ് അല്ലായിരിക്കാം. ചിലപ്പോ അതിനേക്കാളും കുറച്ച് സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ജോലിയിലേക്ക് അവര് കൂടുതൽ അനുയോജ്യരായിരിക്കും. ഫോർ അപ്രോപ്രിയേറ്റ്, അവര് കൂടുതൽ അനുയോജ്യരായിരിക്കും. ഫോർ എക്സാമ്പിൾ, എ ഫേം വിച്ച് റിക്വയർഡ് 2 cost accountants may contact a previous qualified applicants. കമ്പനിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, ഒരു സ്ഥാപനത്തിന് 2 കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാലാണ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് തന്നെയാണ്. കമ്പനിയുടെ കാര്യങ്ങൾ, ഫിനാൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ആണ് 2 കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ആ ഒരു ജോബിലേക്ക് അവരെ വീണ്ടും അതിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യാം. ഓക്കെ,
അവർക്ക് അപ്പൊ അങ്ങനെ രണ്ട് കോസ്റ്റ് അക്കൗണ്ടന്റ്സിനെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പ്രീവിയസ് മുന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവർ രണ്ടുപേരെയും സെലക്ട് ചെയ്യാം. This particular action can fulfill the need of the firm and in turn will also help those individuals who are dissatisfied with their present job at another organization. ഈ ഒരു ഇങ്ങനെയുള്ള പ്രീവിയസ് ആപ്ലിക്കൻസിനെ നമ്മൾ വീണ്ടും ആ ജോലിയിലേക്ക് വിളിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകതകളെ പെട്ടെന്ന് നിറവേറ്റാൻ പറ്റും അല്ലെ. പെട്ടെന്ന് ഒരു പ്രിഡിക്റ്റ് ചെയ്യാത്ത അൺപ്രിഡിക്റ്റഡ് ജോബ് വേക്കൻസി വരികയാണെങ്കിൽ ഓർഗനൈസേഷൻ എളുപ്പമാണ്. അപ്പൊ അവർക്ക് ആ ഒരു സ്ഥാപനത്തിന് വേഗം നമുക്ക് ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ help the individual who are dissatisfied with their present job at another organization. ഇനിയിപ്പോ നമുക്ക് അന്ന് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതാ, പക്ഷെ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. അതിന് പകരം ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ കമ്പനിയിലെ ജോലി അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയല്ല. അത് നിങ്ങളെ ആരെ മുന്തി തള്ളി പോകുന്ന രീതിക്ക് ഞാൻ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ പഴയ കമ്പനി ആദ്യം ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്ത കമ്പനിയില്ലേ, അവിടുന്ന് വീണ്ടും എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ഇത് ഒരു എന്താ പറയാ, അവർക്കൊരു നല്ലൊരു ഇതല്ലേ അത്, പ്രീവിയസ് ആപ്ലിക്കൻസിന് വീണ്ടും വിളിക്കാന്നുള്ളത്. This will also help those individualനെ സഹായിക്കുന്നുണ്ട്. എങ്ങനെ വേറെ ജോലിയില് ആ പ്രസന്റ് ജോബ് അപ്പൊ അവര് വേറെ ഓർഗനൈസേഷനിൽ ഇപ്പൊ നിലവിലിരിക്കുന്ന ജോലിയില് അസംതൃപ്തരായിട്ടിരിക്കുന്ന ആളുകള് അവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. പ്രീവിയസ് ആപ്ലിക്കൻസിനെ ആ ജോലി ഫുൾഫിൽ ചെയ്യാനായിട്ട് അവരെ വീണ്ടും വിളിക്കുന്നത് ഓർഗനൈസേഷന് ആ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളെ നിറവേറ്റാനും അതേസമയം കാൻഡിഡേറ്റ്സിന് ആ ഇപ്പോ പ്രസന്റ് ജോലിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരെ ആ പഴയ കമ്പനിയിലേക്ക് തിരിച്ചു വരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനകത്ത് സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ആൻഡ് ചീപ്പ് വേ ടു ഫിൽ അൺപ്രഡിക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ് ജോബ് വേക്കൻസി. ആ രണ്ട് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഓക്കെ ആണോ? ഇതൊക്കെ ഇന്റേണൽ സോഴ്സസ് ആണ് കേട്ടോ. 5 പോയിന്റ്സ്. ഓക്കെ അല്ലേ? ശ്രുതി, സൂര്യ, സുമയ്യ, കാവ്യ ഓക്കെ ആണോ? തമ്പട്ടെ ഇനി അടുത്ത് നോക്കി, ഇനി എന്തൊക്കെയാണ് മെറിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിന്റെ ഗുണങ്ങള്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനിയുടെ ഉള്ളിലുള്ള കാൻഡിഡേറ്റ്സിന് തന്നെ ജോബ് വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് അവരെ തന്നെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഉള്ളിലുള്ളവരെ തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ. Merits of internal sources of recruitment are as the follows. എന്തൊക്കെയാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സ്? എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ഫെമിലാരിറ്റി, എന്നുവെച്ചാൽ പരിചയമുണ്ട് അല്ലെ, നല്ല പരിചയമുണ്ട്. എന്താ, the organization and its members know each other very well. അതായത് ആ കമ്പനിക്കും ആ കാൻഡിഡേറ്റ്സിനും ആ മെമ്പറിനും പരസ്പരം അറിയാൻ പറ്റും അല്ലെ. ഞാൻ ആ കമ്പനിയിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ നിന്നോണ്ടിരിക്കുക, ഒരു പ്രൊമോഷൻ തന്ന എന്നെ വേറൊരു പോസ്റ്റിലേക്ക് ഇടുമ്പോഴോ ഞാൻ അത്രയും നാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കമ്പനിയെ കുറിച്ച് അറിയാം. അതുപോലെ കമ്പനിക്കും എന്നെ കുറിച്ച് അറിയാൻ പറ്റില്ലേ? പരസ്പരം ഓർഗനൈസേഷനും മെമ്പറിനും പരസ്പരം നന്നായിട്ട് അറിയാൻ പറ്റും. ഓർഗനൈസേഷൻ അതൊരു മെറിറ്റ് ആണ്. ഒരു പുതിയ ആള് വരുമ്പോ കമ്പനിക്ക് അറിയില്ല അയാൾ എങ്ങനെയാന്ന്. കുറച്ച് നാൾ അവിടെ ജോലി ചെയ്യുമ്പോഴാണ് അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ല ആ കമ്പനിക്ക് അറിയാൻ പറ്റുള്ളൂ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ ആ കമ്പനിക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. അതുപോലെ ആ കാൻഡിഡേറ്റ്സിനും കമ്പനിയെ കുറിച്ച് നല്ല പരിചയം ഉണ്ടായിരിക്കും. The organization is aware of the capability and the skills of the candidates as they are insiders. ഓർഗനൈസേഷൻ അവർക്ക് അവെയർ ആണ്, അവർക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആ കാൻഡിഡേറ്റ്സിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, സ്കില്ല്, കാപ്പബിലിറ്റി ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കമ്പനിക്ക് അറിയാൻ പറ്റും. ഇതുകൊണ്ട് ആ കാൻഡിഡേറ്റ്സ് കമ്പനിയുടെ ഉള്ളിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട്
On the other hand, മറ്റൊരു രീതി പറയുകയാണെങ്കിൽ employees are aware of the workplace, work environment and the requirement of the vacant job. അതുപോലെ തന്നെ എംപ്ലോയിക്ക് അറിയാലോ ആ വർക്ക് എൻവയോൺമെന്റ്. ഇത്രയും നാൾ നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനമാണ്, പുതിയതൊന്നും അല്ല അല്ലെ. ആ ജോലി അന്തരീക്ഷത്തെ കുറിച്ച്, ആ വേക്കന്റ് ജോബിന് വേണ്ട ആവശ്യകതകളെ കുറിച്ച് എംപ്ലോയീസിനും അറിയാൻ പറ്റും. അപ്പൊ രണ്ടുപേരും തമ്മിൽ നല്ലൊരു അടുപ്പം, പരിചയമുണ്ട്. അത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഒരു മെറിറ്റ് ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, അതൊന്ന് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോ. ഓർഗനൈസേഷനെ കാൻഡിഡേറ്റ്സിന്റെ ക്യാപ്പബിലിറ്റി സ്കിൽസിനെ കുറിച്ച് അറിയാൻ പറ്റും. എന്നാൽ എംപ്ലോയിക്ക് ആ വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയാണ്, ആ വേക്കന്റ് ജോബിലേക്ക് വേണ്ട ആവശ്യകതകൾ അതും അറിയാൻ പറ്റും. രണ്ടുപേരും നല്ല പരിചയമുള്ളവരാ. പുതിയ ഒരാളാവുമ്പോ അവർക്ക് ആ കമ്പനിക്ക് ആദ്യമായിട്ട് കാണുമായിരിക്കും, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലെ. അവര് പുതിയതാണ്. എന്നാൽ പഴയവരാണെങ്കിലോ അത്രയും നാള് നിന്നത് കൊണ്ട് അവർക്ക് നല്ല കമ്പനിയെ കുറിച്ചൊക്കെ നല്ല പരിചയമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് മെറിറ്റ്സിലെ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ഇനി എന്താണ് ഇന്റേണൽ ടാലന്റ്? ആ കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിലുള്ള കഴിവുകളെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. Okay. Dependence on internal recruitment makes it possible for the company to use the competencies of its employees in a better manner. Competencies കഴിവുകള്. അതായത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലെ കമ്പനിക്ക് കാൻഡിഡേറ്റ്സിന്റെ എംപ്ലോയീസിന്റെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, പ്രയോജനപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, some extraordinary employees may be deserving of promotion, or certain people might perform better if they switch to other jobs. Okay, ഈ കമ്പനിയിലെ, അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, ഈ എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ്, നമുക്ക് കുറച്ചുകൂടി കഴിവുകളെ, ഒരു ജോലിയിൽ അയാൾ ഇവിടെ ഇരിക്കുകയാണ്, ആ ജോലിക്ക് വേണ്ടതിലും കൂടുതൽ കഴിവുള്ളവര്, ആ ജോലിക്ക് അവരെ എന്താ പറയാ, അതിനേക്കാളും നല്ലൊരു കഴിവുണ്ട്. എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് സാധാരണ രീതിയിൽ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് മേ ബി ഡിസർവിങ് എന്ന് പറഞ്ഞ അർഹതയുണ്ട്, അവര് പ്രൊമോഷൻ അർഹതയുണ്ട്, അടുത്ത പോസ്റ്റിൽ ഇരിക്കാനും അവര് ആപ്റ്റാണ് കേട്ടോ, അവര് ആ പ്രൊമോഷൻ അർഹതയുണ്ട്. or certain people might perform better if they switch to other jobs. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അടുത്തൊരു ജോലിയിലേക്ക്, ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ കൊടുത്തു, ആ വേറെ ജോലിയിലേക്ക് അവരെ അവരെ ഹയർ ചെയ്യുമ്പോൾ, അവരെ അതിലേക്ക് നിയമിക്കുമ്പോൾ എന്ത് പറ്റും, അവർക്കുടെ കഴിവുകളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റൂലേ? അപ്പൊ അവർക്ക് ആ ജോലിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം. അപ്പൊ നമ്മൾ നല്ല ഡിഗ്രി, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളാ, പക്ഷെ നമ്മൾ കമ്പനി ചെല്ലുമ്പോ ഏറ്റവും ലോവർ പോസ്റ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ കമ്പനിക്ക് എന്താണ് അറിയാൻ പറ്റും, അവര് അതിനേക്കായി സ്കിൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന്. അപ്പൊ അടുത്തൊരു പോസ്റ്റ് വരുമ്പോ അവര് പ്രൊമോഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ കാൻഡിഡേറ്റ്സിന്റെ തന്നെ കഴിവുകളെ കൂടുതൽ അവിടെ പ്രയോജനപ്പെടുത്താൻ കമ്പനിക്ക് പറ്റൂലേ? അപ്പൊ അതായത് ചില ആളുകൾ ആ പഴയ ജോലിയിൽ നിന്ന് പുതിയ ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിലുള്ള കഴിവുകളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കമ്പനിക്ക് പറ്റും. ഏതിലൂടെ? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ. അതാണ് അടുത്ത മെറിറ്റ്. ക്ലിയർ ആവുണ്ടാവും? വേഗം തമ്പിട്ട് തന്നെ കേട്ടാ, ഓക്കെ ആണെങ്കില്. ഓക്കെ, മനസ്സിലാവില്ലേ? അടുത്ത് നോക്കി, എക്കണോമി, സാമ്പത്തികം. The cost of the recruiting internal of employee is nominal. Nominal എന്ന് പറഞ്ഞ പേരിന് മാത്രം, കുറച്ച് മതിയെന്ന്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ്, റിക്രൂട്ട്മെന്റിന് കുറച്ച് പൈസയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ? അപ്പൊ അതിന് വരുന്ന ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് കുറച്ച് പേരിന് മാത്രം മതിയുണ്ട്, കുറച്ച് ചെലവ് മതിയുണ്ട്. There is no need for company to spend a huge amount of money. വലിയ പൈസ ചെലവഴിക്കേണ്ട ആവശ്യം കമ്പനിക്ക് വന്നില്ല.
വേറെ അഡ്വർടൈസ്മെന്റോ വേറെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട അല്ലെ, കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്താണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് കമ്പനിക്ക് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ പേരിന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് ചെലവ് മാത്രമേ വരുള്ളൂ. അപ്പൊ നോക്കിയേ, there is no need, ആവശ്യം വന്നില്ല എന്ത്, the company to spend a huge amount of money, കുറെ പൈസ ആ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ട ആവശ്യം കമ്പനിക്ക് വന്നില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് they are internal employees, ഇന്റേണൽ എംപ്ലോയിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ പരസ്യങ്ങൾ കൊടുക്കാനോ അങ്ങനെ കമ്പനിക്ക് അധികം ചെലവ് അവിടെ വന്നില്ല. on informing and reminding its employee to apply for the job, ആ എംപ്ലോയിനെ ആ ജോലിയുടെ വേക്കൻസിനെ കുറിച്ച് അറിയിക്കാനും അതുപോലെ തന്നെ അവരെ ഓർമ്മപ്പെടുത്താനും ഒക്കെ എന്താണ് ആ കമ്പനിക്ക് വേണ്ടി വരുന്ന ചെലവ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതാണ് എക്കണോമി. സാമ്പത്തികമായിട്ട് എന്താണ് കമ്പനിക്ക് ലാഭമാണ്, അവിടെ കുറച്ച് ചെലവേ വരുന്നുള്ളൂ. ക്ലിയർ ആണോ എക്കണോമി? അതൊരു മെറിറ്റ് ആണ്. ഇന്റേണൽ സോഴ്സ് ആവുമ്പോ പൈസ കമ്പനിക്ക് അധികം ചെലവ് വന്നില്ല റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ മോട്ടിവേഷണൽ വാല്യൂ. ഇനി അടുത്തത് നാലാമത്തെ പോയിന്റ് ആണ് മെറിറ്റ്, മോട്ടിവേഷണൽ വാല്യൂ. എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ് ത്രൂ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. എംപ്ലോയീസിന് എന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രചോദിപ്പിക്കുക, അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലെ, ആൻഡ് എൻകറേജ്, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങള് കൊടുക്കുകയാണ് ചെയ്യുന്നത് ത്രൂ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ. ദ എംപ്ലോയി വർക്ക് എഫിഷ്യന്റ്ലി ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. എംപ്ലോയി എന്ത് ചെയ്യും, എനിക്ക് എന്താണ് ട്രാൻസ്ഫർ കിട്ടും, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടും എന്നുള്ളത് അതിനെ പ്രതീക്ഷിച്ച്, ആന്റിസിപ്പേഷൻ, അത് പ്രതീക്ഷിച്ചിട്ട് അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, അത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇപ്പൊ പറയാണ്, ഇപ്പൊ ഒരു ചെറിയ ജോലി കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് വിൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് പ്രൊമോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ലോണം വർക്ക് ചെയ്യൂലേ, എഫിഷ്യന്റ്ലി കാര്യക്ഷമമായി വർക്ക് ചെയ്യും. എന്ത് പ്രതീക്ഷിച്ച്? പ്രൊമോഷനോ ട്രാൻസ്ഫറോ പ്രതീക്ഷിച്ചുകൊണ്ട് എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, കാര്യക്ഷമമായി വർക്ക് ചെയ്യും. അപ്പൊ അവർക്ക് എംപ്ലോയിക്ക് എന്താണ്, ഒരു മോട്ടിവേഷണൽ വാല്യൂ, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. 4 പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കിയ മെറിറ്റ്സ്. ഇന്റേണൽ സോഴ്സിന് കമ്പനിയും കാൻഡിഡേറ്റ്സും തമ്മിൽ പരിചയമുണ്ട്, അവര് പരസ്പരം രണ്ടുപേരും പരസ്പരം നല്ല പരിചയമുണ്ട്, ഫെമിലിയാരിറ്റി. പിന്നെ ഇന്റേണൽ ടാലന്റിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകളെ കമ്പനിക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ സാമ്പത്തികമായിട്ട് കമ്പനിക്ക് പൈസ വളരെ കുറവേ വരുന്നുള്ളൂ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ. പിന്നെ എംപ്ലോയിക്ക് എന്താണ്, നല്ലൊരു മോട്ടിവേഷൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ 4 പോയിന്റ്സ് മെറിറ്റ്സ്? അപ്പൊ മെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഏത് എന്താണ് ഇന്റേണൽ മെറിറ്റ്സ് ആണോ ഡിമെറിറ്റ്സിൽ വന്നതാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇൻക്ലൂഡ് ചെയ്തതോ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊക്കെ ചോദിക്കാം അവിടെ. 4 പോയിന്റ്സ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? നെക്സ്റ്റിലേക്ക് പോകാം. ഡിമെറിറ്റ്സ് നോക്കിയേ. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ്? ഇനി എല്ലാവരും തമ്പ് ചെയ്തില്ലെങ്കിലേ അത് ക്ലിയർ അല്ലാത്തവര് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നോക്കിയേ, എന്താണ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്? ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താന്ന് നോക്കിയേ, റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായിട്ടുള്ള ചോയ്സ് ആണെന്ന്. കമ്പനിയുടെ ഉള്ളിൽ ഇപ്പൊ കമ്പനിയിൽ ആകെ 100 പേരുള്ളെങ്കിൽ ആ 100 പേരിൽ നിന്നല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ പുറമേന്ന് എടുക്കുന്നില്ല, ഇന്റേണൽ സോഴ്സിൽ പുറമേന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. അപ്പൊ അതെന്താണ്, ഒരു നിയന്ത്രിതമായിട്ടുള്ള ചോയ്സ് ആണ്. ലിമിറ്റഡ് ചോയ്സ്, റെസ്ട്രിക്റ്റഡ്, ഒരു നിയന്ത്രണം ഉണ്ടെന്ന്, നിയന്ത്രിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ് കേട്ടോ. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ലിമിറ്റഡ്,
സ്കോപ്പ് കുറവുള്ളൂ. It limits the alternatives and the freedom of the firm in selecting the most appropriate candidates for the vacancies. ഇത് എന്ത് ചെയ്യുന്നു? അതായത് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിന്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനുള്ള ആ ഇതര മാർഗങ്ങളെയും അതിന്റെ ഫ്രീഡത്തെയൊക്കെ എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്നു. It limits the alternatives, ഇതര മാർഗങ്ങള്, and the freedom of the firm, ആ സ്ഥാപനത്തിന്റെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തെയൊക്കെ പരിമിതപ്പെടുത്തുന്നു. Okay, internal source of recruitment അണ്ടർലൈൻ ചെയ്തിട്ടോ. അണ്ടർലൈൻ ചെയ്തത്. പിന്നെ ആ എക്കണോമിയിലെ ഫസ്റ്റ് സെന്റൻസ്, ഒരു സെന്റൻസ് ഉള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Cost of recruiting internal employee nominal ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. പിന്നെ മോട്ടിവേഷണൽ വാല്യൂന്റെ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ് ത്രൂ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കറണ്ട് പോയി. ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഇരുട്ടത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്നെ കാണാൻ പറ്റണല്ലേ? ഇൻവേർട്ടറിന്റെ ആണ് കറണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. അതിലൊന്നാമത്തെ റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആണ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. അത് വെച്ചാൽ അതിന് സ്കോപ്പ് പരിമിതപ്പെടുത്തിയേക്കാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. അതായത് നമുക്ക് ഈ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ആ സ്ഥാപനത്തിന്റെ പല മാർഗങ്ങളെ അതുപോലെ അതിന്റെ സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. Because of that, the company may not be able to select the best option available outside the organization. Because of that, the company may not be able to select the best option available outside the organization. എന്തുകൊണ്ടാ? ചിലപ്പോ ആ ഓർഗനൈസേഷന്റെ പുറത്ത് നല്ല ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒത്തിരി കഴിവുകളുള്ള കാൻഡിഡേറ്റ്സ് ചിലപ്പോ പുറമേ ഉണ്ടാകാം. കമ്പനി ആ പുറമേ അന്വേഷിക്കുന്നുണ്ടോ? ഇന്റേണൽ സോഴ്സ് ആകുമ്പോ ഇല്ല. ഉണ്ടോ? കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളതാണ്. കമ്പനിക്ക് പുറത്തുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റുന്നില്ല. ഏതില്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില്. ക്ലിയർ ആയോ പോയിന്റ്സ്? റെസ്ട്രിക്റ്റഡ് ചോയ്സ്. രണ്ടാമത്തെയാണ് ഇൻബ്രീഡിംഗ്. Too much dependence of company on internal recruitment signifies that the company is not looking to hire new applicants from outside. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇൻബ്രീഡിംഗ്. എന്താ പറയാ? കമ്പനി ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? Significance that the company is not looking to hire new applicants from outside. എന്താ മനസ്സിലാക്കുക? കമ്പനി പുതിയ ആപ്ലിക്കൻസിന്റെ പുറമേന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? കമ്പനി അത് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിന് കമ്പനി അതിനെ ആശ്രയിക്കുന്നില്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. കമ്പനി ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കമ്പനിക്ക് പുറത്തുള്ള ആപ്ലിക്കൻസിനെ നിയമിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണ്. Existing employee may lack dynamism.
ഇനി ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവർക്ക് ചിലപ്പോ ഡൈനാമിസം അത് കുറവായിരിക്കും, ചലനാത്മകത കുറവായിരിക്കും. എന്തുകൊണ്ടാ? ഈവൻ ഇഫ് ദേ ആർ പ്രൊമോട്ടഡ് ഓർ ട്രാൻസ്ഫർ, ദേ മേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ബിഹേവ് ലൈക്ക് ഇൻ ദ സിമിലർ വേ ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് പോസ്റ്റ്. അതായത് കമ്പനിയിൽ ഇത്രയും നാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അവര് പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കൊടുത്ത് വേറെ പോസ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ ആ പഴയ ആ ജോലിയിലെ ഇത്രയും വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ, അതിൽ നിന്ന് ചിലപ്പോ പുതിയതിലേക്കുള്ള ആ മാറ്റം അത് ചിലപ്പോ എന്താ പെട്ടെന്ന് അതാവണമെന്നില്ല. അപ്പൊ അവര് ചിലപ്പോൾ എന്താ പ്രീവിയസ് പോസ്റ്റിലെ പോലെ പെരുമാറാനും സാധ്യതയുണ്ടെന്ന്. മനസ്സിലായോ എന്താണ്? എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിനെ പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ അവര് സ്ഥാനക്കയറ്റം കൊടുത്ത് പുതിയ ജോലിയിലേക്ക് അവരെ മാറ്റിയാലും ചിലപ്പോ അവര് പഴയ ജോലിയില് ബിഹേവിയർ അതിലെ പോലെ പെരുമാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മാനേജറിനെ നമ്മളൊരു സീനിയർ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കൊടുത്താൽ അദ്ദേഹം പ്രീവിയസ് പോസ്റ്റ് ആ മാനേജറിന്റെ ആ ഒരു കാര്യങ്ങള് അതുപോലെ അവര് ചിലപ്പോ പെരുമാറാം. അത് ആ ജോലി തന്നെ ചിലപ്പോ ഇവിടെയും അവര് ചെയ്യുന്നു. ഓക്കെ, ആ ഡൈനാമിസം അതായത് ചലനാത്മകത കുറവാണ്. പുതിയ ആളാണെങ്കിൽ ഫ്രഷേഴ്സ് ആണ് അല്ലെ, ആ പുതിയ പോസ്റ്റിലേക്ക് വന്നു, പുതിയ പുതിയ കാര്യങ്ങൾ അവര് ചെയ്യും. പഴയ ആളെ പെട്ടെന്ന് എടുത്ത് പുതിയ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ പഴയ ജോലി പോലെ ചെയ്തേക്കാം. മനസ്സിലായോ? ഇൻബ്രീഡിങ്. അടുത്തതാണ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഇനി കോമ്പറ്റീഷന്റെ അഭാവം, ആബ്സെൻസ്, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, ഈ കോമ്പറ്റീഷന്റെ ആബ്സെൻസ് എന്താണ്? എംപ്ലോയി possibly assume an automatic promotion on the basis of seniority as there is a lack of competition from competent candidates present in the outside. ഇനി നോക്കിയേ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡീമെറിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അവിടെ കോമ്പറ്റീഷൻ വേണ്ട. അതായത് ആ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിലേക്ക് കമ്പനിക്ക് പുറത്ത് അതിന് അനുയോജ്യമായിട്ടുള്ള കഴിവുള്ള കാൻഡിഡേറ്റ്സ് അങ്ങോട്ടേക്ക് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവര് തമ്മിൽ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ, കമ്പനിയുടെ ഉള്ളിൽ തന്നെ ആളെ സെലക്ട് ചെയ്യില്ലേ? അതായത് അവർക്കറിയാം ഈ സീനിയോറിറ്റിയുടെ ബേസിലാണ് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടുന്നത്. കണ്ടോ, അവരിപ്പോ ഞാൻ 10 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷനായി, ഞാൻ എങ്ങനെ ചെയ്താലും ജോലി എങ്ങനെ അവിടെ ചെയ്താലും, അല്ലാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതല്ല, ആ ജോലി എങ്ങനെ ചെയ്താലും 10 വർഷം സീനിയോറിറ്റിയുടെ ബേസിൽ അവർക്ക് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോ എന്താ പറയാ, കമ്പനിക്ക് പുറത്തുള്ള കാൻഡിഡേറ്റ്സ് അതിന് മത്സരിക്കേണ്ട ആവശ്യമില്ല. Therefore, they may have no desire to prove them again and again. അപ്പൊ അതുകൊണ്ട് അവരുടെ കഴിവുകൾ വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? അവർക്കറിയാലോ സീനിയോറിറ്റിയുടെ ബേസിൽ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടുമെന്നുള്ളത്. മനസ്സിലാവണല്ലേ പറയുന്നത്? ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? സീനിയോറിറ്റിയുടെ ബേസിൽ അവർക്ക് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് പുറമേയുള്ള കാൻഡിഡേറ്റ്സ് അതിനു വേണ്ടി മത്സരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ തന്നെ അവര് വീണ്ടും വീണ്ടും അവരുടെ കഴിവുകൾ അവരുടെ തെളിയിക്കേണ്ട ആവശ്യവും ഇല്ല. ക്ലിയർ ആയോ? ഓക്കെ, ആ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആ ഒരു ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഘർഷം. അതൊരു ഡീമെറിറ്റ് ആണ്. ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. എന്താണ്? ഈ നമുക്ക് സംഘർഷത്തിന്റെയും വിരോധത്തിന്റെ ഒന്നും, ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വിരോധത്തിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, വിരോധവും എന്താ പറയാ കോൺഫ്ലിക്റ്റ്, സംഘർഷമൊക്കെ ഉണ്ടാകുന്നതാണ് അത്. കോൺഫ്ലിക്റ്റ് അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി എമംഗ് ദ എംപ്ലോയീസ് തമ്മിലെ എന്താണ്? വിരോധത്തിനും സംഘർഷത്തിനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. Who aspire for promotion, that available vacancies may increase. Okay, the efficiency of those who are not promoted is eliminated and they become dissatisfied. പിന്നെ അത് എന്താ പറയാ, നമ്മളെല്ലാവരും ഒരേ ദിവസം ജോലിക്ക് കയറിയതാണ്.
ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഒരുപോലെയാ. പക്ഷെ അതില് ഇവിടെ നമുക്ക് എന്താ പറയാ, സൂര്യന് മാത്രം ആ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോ ബാക്കി നമുക്കൊരിത് തോന്നൂലേ സൂര്യോട്, അല്ലെ? അതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ നമ്മൾ തന്നെ. അതേ ക്വാളിഫിക്കേഷനിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാതെ വരുമ്പോൾ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവില്ലേ? നമ്മുടെ ഉള്ളിൽ തോന്നൂലേ? അപ്പൊ എനിക്ക് എന്ത് ആ ഒരു പോസ്റ്റ് കിട്ടാത്തേന്ന് തോന്നോ? ബാക്കിയുള്ളവർക്ക് തോന്നോ? തസ്നീ കമ്പിട്ടുണ്ട്, വേറെ ആർക്കും ഇല്ല. അയ്യോ എന്ത് പാവം പിള്ളേരാ, ഒരു ദേഷ്യം ഇതൊന്നും ഇല്ല ആരോടും. നിങ്ങക്ക് തോന്നൂല്ലേ? അത് ശ്രുതി ആയതുകൊണ്ടാണോ? ശ്രുതി അല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ല സൂര്യ അല്ലേന്ന് വിചാരിച്ചിട്ടാണോ? നിനക്ക് അങ്ങനെയൊന്നും തോന്നൂല്ലേ? നമ്മളെല്ലാവരും ഒരേ ദിവസം ജോലിക്ക് കയറിയതാ. എന്താ പറയാ, എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളതാ. പക്ഷെ അവിടെ ഒരു വേക്കൻസി വന്നു, ഒരു പ്രൊമോഷൻ കൊടുത്ത് അതിൽ ഒരാളെ മാത്രം അതിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്തായാലും. നമ്മളെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ പ്രൊമോട്ട് ചെയ്യാതെ. ഞാൻ നോക്കട്ടെ എത്ര പേരോട് തമ്പിടുണ്ടെന്ന് നോക്കട്ടെ. അവർക്ക് ഇത്രയും പാവം പിള്ളേരാണോ എന്ന് ഓൾറെഡി എന്തായാലും നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരും അല്ലേ? ഓക്കെ, അതാണ് അവിടെ വിരോധത്തിനും സംഘർഷത്തിനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഡീമെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ. ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി എമംഗ് ദ എംപ്ലോയി. എംപ്ലോയികൾ തമ്മില് വിരോധത്തിനും സംഘർഷത്തിനുമുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെയാ ഡീമെറിറ്റ്സിൽ പറഞ്ഞേക്കണ? റെസ്ട്രിക്റ്റഡ് ചോയ്സ്, നിയന്ത്രിതമായ ചോയ്സ് ആണ്. ഇൻബ്രീഡിങ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്. നാലും ക്ലിയർ ആണല്ലോ. ഡീമെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിച്ചെഴുതാലോ. ഓക്കെ, കറക്റ്റ് നോക്കി എഴുതാം. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിന്റെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ് അത്രയും കഴിഞ്ഞു, ആ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്. ഓർഗനൈസേഷന് ആ ജോബ് വേക്കൻസി ഫുൾഫിൽ ചെയ്യാനായിട്ട് പുറമേ നിന്ന് നമുക്ക് ഈ മാർഗങ്ങൾ, ഈ ടെക്നിക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് പുറമേ നിന്ന് ഒരാളെ ആ ജോബ് വേക്കൻസി അത് ഫില്ല് ചെയ്യാനായിട്ട് കമ്പനി ഈ മാർഗങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് നമ്മൾ 3 രീതികളാണ് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ തേർഡ് പാർട്ടി മെത്തേഡ്. ഏതൊക്കെയാ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ? ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ പറയുന്നത്? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. ക്ലിയർ ആണോ? ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഇനി നോക്കിയേ, എന്താണ് ഡയറക്റ്റ് മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ്സ് the recruiters are sent to educational and professional institution in order to build a public contact and exhibits. അതായത് ഈ ഡയറക്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു? റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുന്നു. കണ്ടോ, നേരിട്ടുള്ള ഇടപാടാ. കമ്പനിയും ആ കാൻഡിഡേറ്റ്സും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാട്, കോണ്ടാക്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കാം. പബ്ലിക് കോണ്ടാക്ട് അത് നിർമ്മിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് നേരിട്ട് റിക്രൂട്ടേഴ്സിനെ അയക്കുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ദ റിക്രൂട്ടേഴ്സ് ആർ സെന്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു ബിൽഡ് ദ പബ്ലിക് കോണ്ടാക്ട് ആൻഡ് എക്സിബിറ്റ്സ്. അങ്ങനെ തന്നെ ചോദിക്കാം. ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡ്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. വേരിയസ് ഡയറക്റ്റ് മെത്തേഡ്സ് ആർ. ഇനി ഡയറക്റ്റ് മെത്തേഡ് ഏതാണ്? ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിന്റെ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത് ഏതാ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഒന്നാമത്തെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തെയാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്, SCOUTING സ്കൗട്ടിംഗ്. മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് അറ്റ് എ ഫാക്ടറി ഗേറ്റ്. ഇനി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരെന്നല്ല, കോളേജിലൊക്കെ നിങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കമ്പനികളൊക്കെ ക്യാമ്പസിലേക്ക് കുട്ടികളെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്? കേട്ടിട്ടില്ലേ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഡയറക്റ്റ് മെത്തേഡ് ഒന്നുകൂടി പറയാം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ?
നേരിട്ടുള്ള ഇടപാടാണ്. അതായത് റിക്രൂട്ടേഴ്സിനെ എങ്ങോട്ടേക്ക് അയക്കും? എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കും. എന്തിനു വേണ്ടി? ടു ബിൽഡ് പബ്ലിക് കോണ്ടാക്ട് ആൻഡ് എക്സിബിറ്റ്സ്. പബ്ലിക് കോണ്ടാക്ട് അതായത് കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്ട്, അവരുടെ കാര്യങ്ങള് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ റിക്രൂട്ടേഴ്സിനെ നേരിട്ട് എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അതൊക്കെ ഡയറക്റ്റ് മെത്തേഡിലാണ് വരുന്നത്. അതായത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ക്യാമ്പസിൽ വന്നിട്ട് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്ത് അവരുടെ ജോലിക്ക്, കമ്പനിയിൽ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് അവിടെ തന്നെ റിക്രൂട്ട് ചെയ്യും. നമ്മൾ അന്വേഷിച്ച് പോകണ്ട, അവര് ക്യാമ്പസിൽ വന്ന് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ നടത്തി സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡയറക്റ്റ് മെത്തേഡ്. റിക്രൂട്ടേഴ്സ് ആർ സെൻഡ് ടു എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരെ റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നേരിട്ട് അയക്കുന്നു. ഓക്കെ, അതിനകത്ത് ആ ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്ന ഒരു രീതിയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് റിക്രൂട്ടേഴ്സ് വിസിറ്റ് ദ ക്യാമ്പസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സച്ച് ആസ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് കോളേജസ്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നേടുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ടേഴ്സ് ക്യാമ്പസ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെൽ ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലേസ്മെന്റ് സെൽസിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? നേരിട്ട് അവര് വിസിറ്റ് ചെയ്യുന്നു. റിക്രൂട്ടേഴ്സ് നേരിട്ട് വിസിറ്റ് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ, അതും ചോദിക്കാറുണ്ട് കേട്ടോ. അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാറുണ്ട്. അത് കാണുമ്പോ തന്നെ എഴുതാലോ. ഡാഷ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് റിക്രൂട്ടർ വിസിറ്റ് ദ ക്യാമ്പസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത്രേ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ അണ്ടർലൈൻ ചെയ്തില്ല. അത് ഏത് മെത്തേഡാ? റിക്രൂട്ട്മെന്റ് മെത്തേഡാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നേരിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് സെൽ ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ പ്ലേസ്മെന്റ് സെല്ലിലേക്ക്, ക്യാമ്പസിലേക്ക് റിക്രൂട്ടർ നേരിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ, എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. റിക്രൂട്ടേഴ്സ് ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. റിക്രൂട്ടേഴ്സിന് എന്ത് ചെയ്യുന്നു? നേടുന്നു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ചൂസ് ഫ്രം, ആൻഡ് കാൻഡിഡേറ്റ്സ് can select the post which suit them from the available job option. റിക്രൂട്ടേഴ്സിന് എന്ത് കിട്ടുന്നു? കുറെ കാൻഡിഡേറ്റ്സിനെ കിട്ടൂലേ? ആ ഒരു കോളേജിൽ, ആ ക്യാമ്പസിൽ എത്ര പേരുണ്ട് അത്രയും കാൻഡിഡേറ്റ്സിനെ കിട്ടും, റിക്രൂട്ടേഴ്സിന് കിട്ടുന്നു. അല്ല, ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ വേണമെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം. അതുപോലെ കാൻഡിഡേറ്റ്സിന് എന്തിനുള്ള ഒരു അവസരമുണ്ട്? ക്യാൻ സെലക്ട് ദ പോസ്റ്റ് സെലക്ട് ചെയ്യും വിച്ച് സ്യൂട്ട് ദം ഫ്രം ദ അവൈലബിൾ ജോബ് ഓപ്ഷൻ. കുറെ ജോലി വേക്കൻസി ഉണ്ടാവും, അതിന് ആപ്റ്റ് ആയിട്ടുള്ള, അതിന് സ്യൂട്ട് ആയിട്ടുള്ള പോസ്റ്റ് സെലക്ട് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനും ഹെൽപ്പ് ചെയ്യും. റിക്രൂട്ടേഴ്സിന് കുറെ ആളുകളെ, കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാനും അവിടെ നിന്ന് കിട്ടും. രണ്ടുപേർക്കും അവിടെ ഒരു ബെനിഫിറ്റ് പറയുന്നത് ഉണ്ടോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ, അത് ആ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. Recruiters get a large number of candidates. Then candidates select a post which is suited from the available job option. Clear ആണോ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്? രാവിലെ തന്നെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഒരു തമ്പിടാനായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, എത്ര സമയം വേണം? ഓക്കെ, ഒരു തമ്പൊക്കെ ഇട്ട് തന്നെ. ഞാനിവിടെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു തമ്പുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയാ, ഞാൻ രാവിലെ വന്നിട്ട് ഇങ്ങനെ ഞാനിവിടെ ഉറക്കം തൂങ്ങിയിരുന്ന വെറുതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സുഖം ഉണ്ടാവും? രാവിലെ 10:30 വന്നു കഴിഞ്ഞാൽ 3:30, അതാണ് ഞങ്ങളുടെ ടൈം. 10:30 to 3:30 അതുവരെ ക്ലാസ് ആണ്. ഇനി ലാസ്റ്റ് 2:30 ക്ലാസ്സിൽ കയറിയിട്ട് അവിടെ ഉറക്കം തൂങ്ങിയിരിക്കാൻ പറ്റുമോ? നമ്മള് നല്ല ഇതായിട്ട് എനർജി ആയിട്ട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് അതിന് നേരെ നിങ്ങളെ കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു സ്ക്രീനിൽ നോക്കിയാൽ ഞങ്ങൾ ഈ പറയുന്നത് ഇവിടെ ഇരുന്ന്. ഇവിടെ വീഡിയോ, ഓഡിയോ ഇതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം, ആരെയും കാണാനുള്ള. ഒരു സ്ക്രീൻ മാത്രമേ ഫ്രണ്ടിലുള്ളൂ. അത് നോക്കി ഞങ്ങൾ ഇത്രയും എനർജറ്റിക് ആയിട്ട് പറയുമ്പോ ഞങ്ങളെ കണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു തമ്മിട്ടൂടെ? ഓക്കെ, യെസ്. നിങ്ങൾ കാണല്ല കേട്ടോ, ആരാന്നോ എന്താണോ ഒന്നും അറിയില്ല, പേര് മാത്രം അവിടെ കാണുന്നുള്ളൂ. അത് കുറച്ച് പേരുകള്. പിന്നെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലാണ് എല്ലാവരും, ഇപ്പൊ 25 പേരുണ്ട്, അതിനകത്ത് സ്ക്രീനിൽ കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അവരുടെ പേരൊക്കെ ഇവിടെ വിളിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ക്യാമ്പസ് സെലക്ഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നിങ്ങൾ പഠിച്ചപ്പോ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നോക്കി. ഇനി അടുത്തത് നോക്കി, രണ്ടാമത്തെയാണ് സ്കൗട്ടിംഗ്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. Scouting is a method in which the representatives are sent by the human resource department to the places where recruitment activities are going on. Underline ചെയ്യുന്ന ആ സെന്റൻസ് അങ്ങനെയല്ല ചോദിക്കാറുണ്ട്. Dash is a method in which the representatives are sent by the human resource department. റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. Those places where recruitment activities are going on. റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി നടത്തുന്ന പ്ലേസിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. ആ ഒരു മെത്തേഡ് ആണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. സ്കൗട്ടിംഗ്. ഓക്കെ. ഇനി അണ്ടർലൈൻ ചെയ്യുക ആ സെന്റൻസ്. They get in contact with the prospective candidates who are searching for the job. അവർക്ക് എന്ത് കിട്ടുന്നു? ആ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ? പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? ആ റെപ്രസെന്റേറ്റീവ്സിന് കിട്ടുന്നു. Then applicants go through the initial interview. Applicantsനെ ഇനിഷ്യൽ ഇന്റർവ്യൂസ് നടത്തുന്നു. അതിനെ ജോബ് ഫെയർ, indoctrination seminars are some of the other way of this particular method. അപ്പൊ അവിടെ കാൻഡിഡേറ്റ്സിനെ എന്താണ്? ആപ്ലിക്കൻസിനെ ഇനിഷ്യൽ ഇന്റർവ്യൂസ് അവിടെ നടത്തും. ഇനി അതിന് എക്സാമ്പിൾ ആണ് സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡിന് എക്സാമ്പിൾ ആണ് ജോബ് ഫെയർ. അത് കണ്ടിട്ടില്ലേ? ജോബ് ഫെയർ. ജോബ് ഫെയർ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പറ്റിയ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇതൊക്കെ പറയാം അല്ലെ? ജോബ്. ഇനി അടുത്തതാണ് പിന്നെയാണ് രണ്ടാമത്തെ ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ്. സെമിനാറുകള് ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ നമുക്കൊരു അവയർനെസ് പോലെ തന്നെ സെമിനാർ പ്രോഗ്രാംസ് ഇല്ലേ? അതാണ് പ്രബോധനം. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞ പ്രബോധനം. നമ്മളെ നമ്മളെ ബ്രെയിൻ വാഷ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ സെമിനാർ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അങ്ങനെയുള്ളത് ജോബ് ഫെയറുകളും ഇൻഡോക്ട്രിനേഷൻ സെമിനാർസും ഏതാണ്? സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ ഒരു എക്സാമ്പിളുകളാണ്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതർ വേ ആണ്, മറ്റു മാർഗങ്ങളാണ്. ഈ മെത്തേഡിന്റെ മറ്റൊരു മാർഗങ്ങളാണ്. അതുകൂടി അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ഇനി അടുത്തതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. ഇതുപോലെ തന്നെ ഓക്കെ. എന്താണ്? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇൻ വിച്ച് നോട്ടീസ് ഈസ് പോസ്റ്റഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി ഗേറ്റ്. ഫാക്ടറി ഗേറ്റിന്റെ അവിടെ പുറമെ ഒരു ഈ നോട്ടീസ് പോസ്റ്റ് ചെയ്യും. അതായത് ഇന്ന ജോലി, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ജോലിനെ കുറിച്ചുള്ള കാര്യങ്ങള്, ജോബ് വേക്കൻസിനെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പോസ്റ്റ് എവിടെ? ഈ ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യും on the outside the factory gate, starting the information regarding the job vacancy. എന്താ? ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു നോട്ടീസ് ഈ ഫാക്ടറി ഗേറ്റിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യും. അതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. ഇതെല്ലാം ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന. ഒന്നാമത്തെ ഏതാ പറഞ്ഞത്? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തെയാണ് സ്കൗട്ടിംഗ്. മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. ക്ലിയർ ആയോ? മൂന്നെണ്ണം എന്തൊക്കെയാണുള്ളത്? അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിരുന്നു. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താ? ഇൻഡയറക്റ്റ് മെത്തേഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് അഡ്വർടൈസ്മെന്റ്. പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? ജോലിയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന അഡ്വർടൈസ്മെന്റ്. അതെന്ന് പറഞ്ഞ കമ്പനി എന്ത് മുഖേനയാണ് നമ്മളെ അറിയിക്കുന്നേ? ഒരു മീഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ എന്ത് വഴി? അഡ്വർടൈസ്മെന്റ് വഴി. അല്ലാതെ കമ്പനി നേരിട്ടല്ല.
അത് എന്തിൽ കൂടെയാണ്? അഡ്വർടൈസ്മെന്റിലൂടെ. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ജോബ് വേക്കൻസിനെ കുറിച്ചൊക്കെ അറിയിക്കുന്നത് എങ്ങനെയാ? നേരിട്ടല്ല, ഇൻഡയറക്റ്റ്, മറ്റൊരു മാർഗത്തിലൂടെ, അതായത് അഡ്വർടൈസ്മെന്റിലൂടെ കമ്പനി അറിയിക്കുന്നു. In modern times, this medium has become equally vibrant. Vibrant എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എന്നുള്ള മീനിങ് ആട്ടോ. ഊർജ്ജസ്വലമായിട്ടുള്ള, എനർജറ്റിക്, ആക്റ്റീവ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആസ് എ കൺസ്യൂമർ അഡ്വർടൈസിങ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു മെത്തേഡ് ആണ്. ഇപ്പൊ മോഡേൺ ടൈംസിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അല്ലെ. നമ്മൾ പലതും വാങ്ങുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ അഡ്വർടൈസ്മെന്റിലൂടെയാണ് അല്ലെ. ടിവിയിലാണെങ്കിലും പേപ്പറിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. പല ജോലിനെ കുറിച്ച്, ജോലിയല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ഇന്ന് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. The advertisement usually provide a brief outline of the job responsibility, compensation package, growth opportunities in the organization, want to reach a large target group, and decide a good number of qualified individuals who are cosmopolitan in distribution. ചെയ്തിട്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്ത് നൽകുന്നു? നമുക്ക് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു രൂപരേഖ നമ്മൾ നൽകുന്നു. എന്തിനെ കുറിച്ച്? ജോബ് റെസ്പോൺസിബിലിറ്റി, ജോലിയുടെ ഉത്തരവാദിത്തങ്ങള്, കോമ്പൻസേഷൻ പാക്കേജ്, എന്തൊക്കെയാണ് അവിടുത്തെ പാക്കേജുകള്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, want to reach a larger target group. അല്ലെ, ഒരു വലിയ ഒരു നമുക്ക് ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ്, അതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ ഡിസൈഡ് ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ്. ആ ഡിസ്ട്രിബ്യൂഷനില് പങ്കാളികളായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, ഇങ്ങനെയുള്ള കുറെ ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഈ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ധാരാളം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ ആഗ്രഹിക്കുന്നു. അപ്പൊ അതാണ് എന്താ പറയാ, ഒരു ജോബിന്റെ ഉത്തരവാദിത്തങ്ങള്, കോമ്പൻസേഷൻ പാക്കേജ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, വാണ്ട് ടു റീച്ച് എ ലാർജ് ടാർഗറ്റ് ഗ്രൂപ്പ്, ഒരു വലിയൊരു ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് അതിന്റെ ഒരു ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അഡ്വർടൈസ്മെന്റ് ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഔട്ട്ലൈൻ, നമുക്കൊരു രൂപരേഖ തരുന്നു. നമ്മൾ പല കാര്യങ്ങളും എന്താ പറയാ അഡ്വർടൈസ്മെന്റിലൂടെ അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വലിയൊരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം, അതാണ് വാണ്ട് ടു റീച്ച് എ ലാർജ് ടാർഗറ്റ് ഗ്രൂപ്പ്, ഒരു വലിയ ഒരു ലക്ഷ്യ ഗ്രൂപ്പിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം. ഇതൊക്കെ ഒരു ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ, ഇതിന്റെയൊക്കെ നമുക്ക് ഇതിൽ കൂടെ അഡ്വർടൈസ്മെന്റിലൂടെ നമുക്കൊരു നല്ലൊരു ഔട്ട്ലൈൻ കിട്ടുന്നു. ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. അടുത്ത നോക്കിയേ, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബ്. എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബ്ബുകള്, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ്. Meeting, conferences, seminars and other social functions of employee trade association clubs are more way to spotting suitable candidates. അപ്പൊ ഈ മാർഗങ്ങൾ, മീറ്റിങ്ങുകൾ, ഇനി മീറ്റിങ്ങുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ കാൻഡിഡേറ്റ്സിന് നമുക്ക് കിട്ടാം അല്ലെ. ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപാര സംഘടനകള്, എംപ്ലോയിയുടെ വ്യാപാര സംഘടനകൾ, അല്ലെങ്കിൽ ക്ലബ്ബ്, മീറ്റിങ്ങുകള് അല്ലെങ്കിൽ കോൺഫറൻസുകള്, സെമിനാറ്, അതുപോലെ എന്തെങ്കിലും സോഷ്യൽ സാമൂഹ്യപരമായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ. നിങ്ങളൊക്കെ അസോസിയേഷനിലൊക്കെ ഉണ്ടോ? അതിന്റെയൊക്കെ പ്രവർത്തനങ്ങള്, ക്ലബ്ബ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലിയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള പല മാർഗങ്ങളാണ്. ഇപ്പൊ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഒഴിവുണ്ടെന്ന് നമുക്ക് ആ മീറ്റിംഗ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആക്ട് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പ്രിഫർ ചെയ്യാലോ അല്ലെ. റെഫർ ചെയ്യാൻ പാടില്ല, റെഫറൻസിന് വേണ്ടി പറയാം. അപ്പൊ ഈ മാർഗങ്ങളെല്ലാം സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള പല മാർഗങ്ങളാണ്. അടുത്തതാണ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ. അതും എന്താണ്, ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിന് വരുന്ന, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇതുവഴി ഇതുവഴിയും നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നു.
ഇനി അടുത്തതാണ് കൂടുതൽ കാൻഡിഡേറ്റ്സിന് കിട്ടാനുള്ള മാർഗമാണ് കേട്ടോ. സ്പോട്ടിങ് കണ്ടെത്താനുള്ള മാർഗമാണ് ഇതെല്ലാം. അടുത്തതാണ് പ്രൊഫഷണൽ അസോസിയേഷൻസ്. പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ ബോഡീസ് ഓഫ് മേജർ പ്രൊഫഷണൽ ലൈക്ക് ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ, എഞ്ചിനീയർമാർക്കുടെ അസോസിയേഷൻ, ഓഡിറ്റേഴ്സിന്റെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ, മാനേജേഴ്സിന്റെ ഒക്കെ ഇങ്ങനെയുള്ള ഈ അസോസിയേഷൻസ് ഇല്ലേ, അതുവഴിയും അത് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് എ അബണ്ടന്റ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഫോർ ടെക്നിക്കൽ, സയന്റിഫിക് ആൻഡ് മാനേജറൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ടെക്നിക്കൽ ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള, മാനേജറൽ പോസ്റ്റിലേക്കുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾക്ക് ഈ പ്രൊഫഷണൽസ് അടങ്ങുന്ന അവരുടെ അസോസിയേഷൻസ് അത് ധാരാളം കാൻഡിഡേറ്റ്സിന് നൽകാനുള്ള ഒരു അവസരങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴിയും നമുക്ക് കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതിൽ കൂടെയും നമുക്ക് ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ കിട്ടും. അതും ഏതാണ്, ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇതിൽ കൂടെയൊക്കെ നമുക്ക് പുതിയ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള നമുക്ക് പല അവസരങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. പ്രൊഫഷണൽ അസോസിയേഷൻസ് ഓർ ബോഡി ഓഫ് മേജർ പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, മാനേജേഴ്സ്, ഇവരുടെയൊക്കെ അസോസിയേഷൻ ഇല്ലേ, ആ അസോസിയേഷനിൽ വഴിയും നമുക്ക് ധാരാളം കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള അവസരം ഒരുക്കുന്നു. അതിൽ കൂടെ ഇതൊക്കെ ഏതാണ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി അടുത്തതാണ് ഏത്, അതർ റെപ്യൂട്ടഡ് ഫേംസ്. ഇനി ഇതുപോലുള്ള മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളുണ്ട്, മറ്റുള്ള പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങള്. Nowadays, it has become a trend to recruit human resource from well-known firms. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയാ, പല സ്ഥാപനങ്ങൾ വഴിയും നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സിനെ, മാൻ പവർ, അപ്പൊ ഈ എംപ്ലോയീസിനെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ ഒരു നല്ലൊരു അവസരം അല്ലെങ്കിൽ നല്ലൊരു മാർഗമാണ് ഫേംസ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി വേക്കൻസി ഉണ്ടെന്നുള്ളത് മറ്റുള്ള സ്ഥാപനങ്ങൾ വഴിയും നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടുന്നുണ്ട്. Few companies and firms have established a positive reputation on productivity, efficiency and industrial harmony. ചില കമ്പനികള് അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രശസ്തി, അവരുടെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമതയില്, കാര്യക്ഷമതയില്, ഇൻഡസ്ട്രിയൽ ഹാർമണി, ഇതിലൊക്കെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശസ്തി നിലനിർത്തുന്ന പല സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അവര് എന്ത് ചെയ്യുന്നു, ആ സ്ഥാപനങ്ങൾ വഴിയും നമുക്ക് വേറൊരു ആ കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള ഒരു മാർഗമാണ്. Many firms have made effort to discover appropriate candidates from such firms or filling job position. ആ ഒരു സ്ഥാപനത്തിന്റെ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നുണ്ട്. മനസ്സിലായോ? അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പല സ്ഥാപനങ്ങൾ വഴിയും കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഇൻഫർമേഷൻസ് കൊടുക്കും ആ ഒരു കമ്പനിയിലേക്കൊക്കെ. ഓക്കെ, ഇതെല്ലാം ഏതിന് വരുന്ന, ഇൻഡയറക്റ്റ് മെത്തേഡില്. ഏതൊക്കെ പറഞ്ഞേ? ഒന്നാമത്തെ അഡ്വർടൈസ്മെന്റ് വഴി, അടുത്തത് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബുകൾ വഴി, ക്ലബ് അല്ലെങ്കിൽ എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ, വ്യാപാര സംഘടനകള് അല്ലെങ്കിൽ ക്ലബുകൾ വഴി. അടുത്തത് പ്രൊഫഷണൽ അസോസിയേഷൻസ്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മാനേജേഴ്സ്, ഇവരൊക്കെ ഉൾപ്പെടുന്ന പ്രൊഫഷണൽ അസോസിയേഷൻ, അതുവഴിയും കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അവസരങ്ങളുണ്ട്. അടുത്തതാണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്, മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങൾ വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, അവരും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഫില്ല് ചെയ്യാനായിട്ട് അവരും കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് തേർഡ് പാർട്ടി മെത്തേഡ്. ഇനി
അപ്പൊ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി മെത്തേഡ്. Third party method. Third party method which are the most common are the following. താഴെ പറയുന്നതൊക്കെ പ്രധാനപ്പെട്ട തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. തേർഡ് പാർട്ടി മൂന്നാമതൊരാള് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെയാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നവരുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും കമ്പനിയിലൊക്കെ ഒഴിവുണ്ടെങ്കിൽ ഇപ്പൊ നേരിട്ട് കമ്പനി നമ്മളെ അറിയിക്കല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിലെ ഇപ്പൊ പ്രൈവറ്റ് ആണ്, അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയിൽ ഒഴിവുണ്ടെങ്കിൽ ആ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമുള്ളേ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി, അത് നമ്മളെ അറിയിക്കും. അതായത് ഇന്നൊരു കമ്പനിയിൽ ഒഴിവുണ്ട്, നിങ്ങൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾ അതിന് ആപ്റ്റാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്നുള്ളത് നമ്മൾ അത് അറിയിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്തിടാം നമുക്ക്. കണ്ടോ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. അത് ഒരു തേർഡ് പാർട്ടി, ആദ്യ ഇടയില് കാൻഡിഡേറ്റ്സിന്റെയും കമ്പനിയുടെ ഇടയിലുള്ള മൂന്നാമതൊരാളാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല. നമ്മൾ പൈസ കൊടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തെടുക്കാം. അന്നേരം എന്തെങ്കിലും വേറെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒഴിവ് വരികയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്തിട്ട് ആ കമ്പനിയിലെ ആ ഒരു ഫേം ഏജൻസി ഏജന്റ് ആണ് അവര്, ആ ഏജൻസി നമ്മളെ വിളിച്ചറിയിക്കും. ഓക്കെ. They are usually extensively at a charge very little fees from applicants. പല ചെറിയ ഫീസ് മേടിച്ചിട്ട് ആപ്ലിക്കൻസിന്റെ നമ്മുടെ ബയോഡാറ്റ കാര്യങ്ങളൊക്കെ അവര് അത് എന്ത് ചെയ്യും, നമ്മളത് രജിസ്റ്റർ ചെയ്തിടുന്നത്. ഈ മാട്രിമോണിയിലൊക്കെ നമ്മൾ പരസ്യം കൊടുക്കാറില്ലേ, അതൊരു തേർഡ് പാർട്ടി അല്ലേ? അപ്പൊ നമ്മള് എന്താണ്, ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരുടെ ഇടയിലാണ് ആ ബ്രോക്കർ ആ ഏജൻസി അവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു ചെറുക്കൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാരെ എങ്ങനെയാ അറിയണേ? നേരിട്ട് അവര് തമ്മിലല്ലോ, അതിന്റെ ഇടയിൽ ആരാ അവിടെ ഉള്ള ഏജന്റ് ആണ്. ഏജൻസി ഇല്ല അങ്ങനെയൊക്കെ അല്ലേ? അവരെ വിളിച്ചു പറയണത് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത്. അതായത് നമ്മുടെ രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ഒരാളുണ്ട്, അത്രയും വിചാരിക്കുക തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെയാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസിയാ. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വന്നതാണ്. അപ്പൊ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അതിൽ നിന്നൊന്നും വിളിച്ചൊന്നുമില്ല. വെറുതെ രജിസ്ട്രേഷൻ ഫീസ് പോയി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടിയില്ല. ഓക്കെ, നോക്കിയേ. അപ്പോ എന്താണ്, അപ്പൊ അവരൊരു ചെറിയ ഫീസ് മേടിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ്. They focus on specific occupations such as general office helper, salesman, technical workers, accountants, computer staff, engineers and executives. അങ്ങനെയുള്ള പ്രത്യേക ജോലി അതില് ഒക്കെ അവര് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ അറിയിക്കും. These private agencies work as a middleman between employee and employers. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് കൂടി. ഈ പ്രൈവറ്റ് ഏജൻസി ഒരു മിഡിൽമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആരുടെ ഇടയില്? എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെയും ആ കമ്പനിയുടെയും നമ്മുടെയും ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ ആയിട്ട് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു, നിൽക്കുന്നു. അപ്പൊ അവരാണ് നമ്മളെ അറിയിക്കുന്നത്. എന്തെങ്കിലും ആ ഒരു സ്ഥാപനത്തിലെ ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് നമ്മളെ അറിയിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ തേർഡ് പാർട്ടിയില്. ഓക്കെ, ഒരെണ്ണം കൂടി പറയാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. ഇവിടെ നിങ്ങൾ എംപ്ലോയ്മെന്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. 10th കഴിയുമ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിടാനല്ലേ നമ്മുടെ എംപ്ലോയ്മെന്റിൽ. പബ്ലിക് എംപ്ലോയ്മെന്റ്, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടൂലേ? എന്നിട്ട് 3 വർഷം കൂടുമ്പോൾ നമ്മളത് പുതുക്കിയിടണം അല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളോ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നമ്മള് എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുള്ളേ. പെർമനന്റ് അല്ലെങ്കിലും ടെമ്പററി ആയിട്ടൊക്കെ ആണെങ്കിലും കിട്ടുള്ളേ. 6 മാസത്തേക്ക് 3 മാസത്തേക്കൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചിട്ട്. അതാണ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. These are also known as employment or labor exchange. Employment exchange അല്ലെങ്കിൽ labor exchange എന്നറിയപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്തോ?
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലേബർ എക്സ്ചേഞ്ച്. Then provide a clearing house for the job and the job information along with a wide range of services such as counseling, job searching, information about the labor market, workers and pay rates. Okay, അപ്പൊ ഇത് കൂടാതെ അതായത് ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്, ജോലിയെ കുറിച്ച് ജോലിയുടെ വിവരങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ് ഇത് ഈ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് കൂടാതെ അതിന്റെ ഒപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വൈഡ് റേഞ്ച് ഓഫ് സർവീസ്, നമുക്ക് മറ്റു സേവനങ്ങൾ നൽകുന്നുണ്ട്, കൗൺസിലിംഗ് നൽകുന്നുണ്ട്, ജോബ് സെർച്ചിങ് ആൻഡ് ഇൻഫർമേഷൻ എന്തെങ്കിലും ജോലിയെ ലേബർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വർക്കേഴ്സിനെ ആൻഡ് പേ റേറ്റ് തുടങ്ങിയ സർവീസുകളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒന്ന് പോയി അന്വേഷിച്ചുകൊണ്ടിരുന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ റീസെന്റ് ആയിട്ട് ഏതൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ജോലിയാ വേക്കന്റ് ആയിട്ടുള്ളത് എന്നൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ സീനിയോറിറ്റി ബേസിലൊക്കെ അല്ലേ വിളിക്കുന്നത്. ഇതാണ് നമ്മളുടെ സീനിയോറിറ്റി പോകാതെ നമ്മൾ അവരെ പുതുക്കി ഇടണമെന്ന് പറയുന്നത്. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എംപ്ലോയ്മെന്റില്? 10th കഴിയുമ്പോ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിടാറുണ്ട്. ഓക്കെ. അപ്പൊ അവര് നമ്മുടെ ഇല്ലേ? തസ്നി എന്തിനാ രജിസ്റ്റർ ചെയ്യാത്തെ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഇതുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിടാം. അപ്പൊ എന്നിട്ട് രജിസ്റ്റർ ചെയ്തിടുമ്പോ എന്തെങ്കിലും ജോബ് വേക്കൻസി വരികയാണെങ്കിൽ എംപ്ലോയ്മെന്റിന് നമ്മൾക്ക് കാർഡ് നമ്മളെ അറിയിക്കും, കാർഡ് തരും നമുക്ക്. ഇന്ന സ്ഥലത്തിന്റെ ഇന്റർവ്യൂ ഇന്ന ദിവസമാണ്, നിങ്ങൾക്ക് പോകാനൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്റെ ഹസ്ബൻഡിന് കുറച്ച് നാളത്തേക്ക് ജോലി ഹെൽത്ത് കമ്പനിയില് എംപ്ലോയ്മെന്റിനെ വിളിച്ചിട്ട് 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. 6 മാസത്തേക്ക് ജോലി അങ്ങനെ കിട്ടിയതാണ്. അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ നമ്മള് തേർഡ് പാർട്ടിയില് 2 പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പൈസ കൊടുത്തിട്ട് പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടുമ്പോ ആ ഏജൻസി വേറെ എന്തെങ്കിലും സ്ഥാപനത്തിൽ ഒഴിവുണ്ടെങ്കിൽ ഏജൻസി നമ്മളെ അറിയിക്കും. ഓക്കെ. രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി. നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ലേ, അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്രീ ആണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. പിന്നെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ജോലിനെ കുറിച്ചുള്ള ഒഴിവുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ എംപ്ലോയ്മെന്റിൽ നമ്മൾ അറിയിക്കും. ഓക്കെ, 2 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബാക്കിത്തെ നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഓക്കെ, നാളെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ ആഴ്ച ക്ലാസ് പോയല്ലോ. ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.